ശാന്തസുന്ദരമായ തീരം. തദ്ദേശീയരും വിദേശികളുമായി വിനോദസഞ്ചാരികളുടെ പർദീസയായിരുന്നു കോവളം തീരം. എന്നാൽ ഇന്ന് കോവളം വിനോദസഞ്ചാരികൾക്കൊരു പേടി സ്വപ്നമാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം തീരത്ത് തെരുവുനായ ആക്രമണത്തിന് ഇരയായവർ 10-ൽ അധികമാണ്. എന്നാൽ സ്ഥിതിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് അത്യാവശ്യം ഒരു 4-5 പേരെയൊക്കെ കടിച്ച് നല്ല പരിക്കുകളുണ്ടായിരുന്നു എല്ലാവർക്കും. വിദേശികൾ ഉൾപ്പെടെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, വല വലിക്കാൻ പോകുന്നവരുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വന്ന് ഇൻജക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആരെയും ഒന്നും പിടിച്ചോണ്ട് പോയിട്ടില്ല പട്ടിയൊന്നും. കുറഞ്ഞത് ഈ ബീച്ചിൽ ഒരു 100-ൽ കൂടുതൽ പട്ടികളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാമെന്നുള്ളതാണ്. റഷ്യയിൽ നിന്നുള്ള പൗളീനയുടെ വലത് കണങ്കാലിനാണ് കഴിഞ്ഞയാഴ്ച കടിയേറ്റത്. He did like this water on dog and he bite me. Dog bite me. Oh my God. Yes, he did like this. He did water on the leg dog. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഹോട്ടൽ ഉടമയ്ക്കും കടിയേറ്റു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കടലിലേക്ക് ചാടിയ റോബിനെ തെരുവുനായകളുടെ സംഘം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി. പേരിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം അവരും മടങ്ങി. കോവളം തീരമാണ് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. ഈ മാസം അവസാനത്തോടെ സീസണും ആരംഭിക്കും. തെരുവുനായ പ്രശ്നത്തിന് മാത്രം ഇന്നും ഇവിടെ പരിഹാരമില്ല. സുജിത് തോമസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.